രാഹുൽ മാങ്കൂട്ടവുമായി സ്വാഭാവികമായും നിങ്ങൾ ഒരേ ജില്ലയിൽ പ്രവർത്തിച്ചവരായതിനാൽ പരിചയമുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ നിങ്ങളൊരു വിവാഹാലോചന പോലും നടന്നിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ രാഹുലിൻ്റെ അമ്മയായിട്ടോ സഹോദരിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അവരുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഭാഗം കേൾക്കുക. ഇപ്പോൾ അവരും ഒരുപാട് എന്താ പറയുക, അവർക്കുള്ള ട്രോമയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. രാഹുലിൻ്റെ കുടുംബം, ഇപ്പം നമ്മൾ ഈ സ്ത്രീപക്ഷ നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ രാഹുലിനൊരു അമ്മയുണ്ട്, രാഹുലിനൊരു സഹോദരിയുണ്ട്, സഹോദരിക്ക് കുഞ്ഞുങ്ങളുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അപ്പോൾ അവരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. കോടതി ഒരു വിധി പറഞ്ഞിട്ടില്ല, നമ്മളെന്താ പറയുക, ട്രയൽ നടന്നിട്ടില്ല, അപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ ഏകപക്ഷീയമായി വിധി എഴുതുമ്പോൾ തീർച്ചയായും അവരുടെ ഒരു സോഷ്യൽ എക്സിസ്റ്റൻസും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ വീടിന് മുമ്പിൽ പോലീസ്, മാധ്യമങ്ങൾ. അപ്പോൾ അങ്ങനൊരു സാഹചര്യം, അവരുടെ മകൻ ജയിലിനുള്ളിൽ കിടക്കുന്നു. അങ്ങനൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരെ പരിചയമുണ്ടോ? തീർച്ചയായിട്ടും പരിചയം. ഇപ്പം നമ്മളൊരു ജില്ലയിലാണ്. മോറോവർ എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിയാവുന്നത്, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടൂരുള്ള വീടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ വീട് എൻ്റെ വോട്ടറാണ്. അവരുടെ കുടുംബം, ഫാമിലി ഫുൾ എൻ്റെ വോട്ടേഴ്സാണ്. അപ്പോൾ അവിടെ ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ MLA LDF ആണ്. UDFൻ്റെതായിട്ടുള്ള ഒരു ജനപ്രതിനിധി അവിടെ ജില്ലാ പഞ്ചായത്ത് മാത്രമാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തമുള്ളൊരു വീടാണ്. ഇത്രയും വലിയൊരു മാസീവ് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ധാർമ്മികമായി ആദ്യം എത്തിച്ചേരേണ്ട ജനപ്രതിനിധി ഞാനാണ്. ഇനി വളരെ വ്യക്തമായി ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ 3 കേസുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ ഈ പരാതികളിൽ ഒരു ദുരൂഹത കാണുന്നുണ്ടോ? നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ അന്ന് ലൈവ് വന്നപ്പോൾ തന്നെ അതിജീവതയെ അധിക്ഷേപിച്ചു എന്നുള്ള തരത്തിൽ ചിലർ പ്രചരിപ്പിച്ചു. അപ്പം അതിജീവതയെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചു എന്ന് ആ വാർത്തയെ എൻ്റെ ലൈവിനെ ആക്കി തീർക്കേണ്ടവർക്ക് ഉള്ള ചില മെറ്റീരിയലും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ഞാൻ അതിജീവതയെ അങ്ങേറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിച്ചത്, പരാതിക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ത്രീപക്ഷ നിലപാടുകളോ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എടുക്കേണ്ട നിലപാടുകളോ ഒന്നും ആ ലൈവിൽ, ഇപ്പോഴും ലൈവ് ഓൺലൈൻ ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്, അതൊന്നും തന്നെ കോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരിടത്തും. അപ്പോൾ അങ്ങനെ പ്രചരിപ്പിക്കേണ്ട ഒരാവശ്യമായിരുന്നു മാധ്യമങ്ങൾക്കെങ്കിൽ അതിനുള്ള മെറ്റീരിയലും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുടെ മിക്സ് ഓഫ് ഒപ്പീനിയൻസ് ആൻഡ് ഇൻ ദാറ്റ് മിക്സഡ് ഒപ്പീനിയൻ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് ഒരു വൺ സൈഡഡ് ആയിട്ട് ആ കാര്യം പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും ഇപ്പം ഞാൻ ആ വിഷയത്തിൽ നമ്മൾ ദുരൂഹത എന്നതിനപ്പുറത്തേക്ക് ഇപ്പം 3 കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ കേസുകളൊക്കെയും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, അതിജീവതയെ അപമാനിച്ചു എന്നുള്ള ലൈനിലേക്ക് പിന്നീട് ഇത് മാറ്റപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സോഷ്യൽ പെർസ്പെക്റ്റീവിലും ലീഗൽ പെർസ്പെക്റ്റീവിലുമാണ് സ്വാഭാവികമായിട്ടും ഏതൊരു വിഷയവും നോക്കിക്കാണുക. അപ്പോൾ ഒരു നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ ഒരാൾ ചെയ്തത് തെറ്റല്ല എന്ന് വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അയാളെ കുറ്റക്കാരനെന്ന് വിളിക്കുവാനുള്ള ധാർമ്മികമായ നിയമപരമായ അവകാശമില്ല. കാരണം നമ്മളെല്ലാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ നിയമവ്യവസ്ഥിതിയാണ്, നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥിതിയാണ്. അപ്പോൾ അതിനോട് അനുകൂലമായിട്ടാണോ ഈ വിഷയം പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. ഈ പറയുന്ന അലിഗേഷൻസ്, ഇപ്പോൾ ഫെനി നയനാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചാറ്റ്സ് പുറത്തുവിട്ടു. ആ സാഹചര്യത്തിൽ ഫെനി ആരോപിച്ചിട്ടുള്ള ഒരു വാചകം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, കാരണം ഫെനി ഇതിൽ പാർട്ടാണ്, ഫെനിയെ ഇതിൽ പ്രതി ചേർക്കപ്പെട്ട സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. അതെ, അതിന്റെ അടിസ്ഥാനത്തിൽ അക്യൂസ്ഡ് ആണെന്നുള്ള രീതിയിൽ വലിയ വാർത്തകളും വന്നയാളാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ ഭാഗം ന്യായീകരിക്കാനുള്ള അവകാശമുള്ളയാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇതിനകത്ത് പുറത്തുവിട്ട കുറച്ച് ചാറ്റ്സിനകത്ത് അയാൾ പറയുന്നത് എൻ്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല, ഞാൻ പലരെയും സമീപിച്ചിട്ട് ആരും കേൾക്കാൻ തയ്യാറായിട്ടില്ല. അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരിക. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ചു, ഒരു കോമൺ സെൻസ് ആണ്. മാധ്യമങ്ങൾ ഇത്രയും ഏറ്റെടുത്തൊരു വിഷയം ഒരു വാർ നടക്കുന്നത് പോലെ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള അവർക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ പേഴ്സൺ സർവൈവർ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു വേദി ഉണ്ടാവണം. കാരണം ഫെനി അതിൽ അഫക്റ്റഡ് പേഴ്സൺ ആണ്. അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പക്ഷേ ഫെനി അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ വിവാഹിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ അറിയില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പുറത്തു വരുന്നത് 1ാമത്തെയും 3ാമത്തെയും കേസിലെ പരാതിക്കാർ അല്ലെങ്കിൽ അതിജീവിതകൾ അല്ലെങ്കിൽ ഇരകൾ മാരീഡ് ആയിരുന്നു, രാഹുലുമായി ബന്ധമുള്ളപ്പോഴും they were in a marriage relation with another fellow. അതെ,
അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമൂഹം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. രാഹുലിനോടും ഉറപ്പായിട്ടും സമൂഹം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളും നമുക്ക് കേൾക്കാം. അതിജീവിതമാരോടും അല്ലെങ്കിൽ സർവൈവേഴ്സ് അല്ലെങ്കിൽ പരാതിക്കാർ അവരോടും ചോദ്യങ്ങൾ സമൂഹത്തിൻ്റെ ഒരു ശൈലിയാണ്. നമ്മൾ എക്കാലവും ജീവിച്ചു വന്നത് സമൂഹത്തെ ഭയപ്പെട്ടും സമൂഹം എന്ത് ചിന്തിക്കും എന്ന് ജീവിച്ചു വരുന്നവർ തന്നെയാണ്. വൈ? ആ ചിന്ത നമ്മൾ എന്തുകൊണ്ടാണ് ആ ഫിയർ ഉണ്ടാവുന്നത്? ബിക്കോസ് ദേ ആർ കണ്ടിന്യൂസ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ്. സമൂഹത്തിൻ്റെ ഒരു ബേസിക് നേച്ചറാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ മറ്റൊരാളുടെ സമൂഹമാണ്, മറ്റൊരാൾ എൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ ഉത്തരം പറയുക എന്നതിനപ്പുറത്തേക്ക്, നമ്മളുടെ ഭാഗത്തുള്ള കൃത്യമായി ഉത്തരം പറയുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിട്ട് അഭിമുഖീകരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കൂട്ടിച്ചേർക്കാൻ എനിക്ക് സംശയം തോന്നിയ സ്വാഭാവികമായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം, നമ്മൾ ഈ വിഷയത്തിലുള്ള പരാതിക്കാർ, ആ പരാതിക്കാരെക്കുറിച്ച് ഞാൻ യാതൊന്നും തന്നെ പറയുവാനോ ആ വിഷയത്തിൽ ഇടപെടാനോ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുവാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് നീതി ആവശ്യപ്പെട്ട് ഒരു നീതിപീഠത്തിനരികിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നീതി ലഭിക്കണം. ആ പോയിന്റിൽ തന്നെ നിൽക്കുന്നു. ബിക്കോസ് അവിടെ തന്നെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് അതിജീവിതമാരെക്കുറിച്ച്, പരാതിക്കാരെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കൂടുതൽ പറയുന്നില്ല. അതെ, ഇനി അവരുടെ ഭാഗം ഞാനിനി പറയുന്നില്ല. പക്ഷേ എന്നാൽ മറ്റൊരാളെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചാൽ അതിന് തടസ്സങ്ങളില്ലെങ്കിൽ അത് പറയാം. ഇത് രാഹുലിനെതിരെയുള്ള ഈ ആരോപണം സ്പാർക്ക് ചെയ്യുന്നത് ഒരു നടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരിതുവരെ രാഹുലിനെതിരെ ഒരു പരാതിയും രേഖാമൂലം നൽകിയിട്ടില്ല. അവരെവിടെയെങ്കിലും സാക്ഷിയായിട്ടുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. അതിജീവിതകളെക്കുറിച്ച് പറയണ്ട, അവരുടെ ആ നിലപാടിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഞാനും ശ്രദ്ധിച്ചു, സഹോദരിമാർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന തരത്തിൽ സ്ത്രീപക്ഷ നിലപാടുമായി മുന്നോട്ട് വരിക. ദാറ്റ് ഇസ് റിയലി അപ്രീഷ്യബിൾ. കാരണം സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിൽ നിന്ന് പരിചയപ്പെട്ട ആദ്യത്തെ 24 മണിക്കൂറിനകം തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് ഞാനും കണ്ടു. അങ്ങനെയുള്ള ഒരാളെ ഏതാണ്ട് 24 മാസങ്ങൾ കഴിയുമ്പോഴും ആ സമയത്ത്, കൃത്യമായി പറഞ്ഞാൽ രാത്രി 12:28, ഉച്ചയ്ക്കല്ല, രാത്രി 12:28 വീഡിയോ കോൾ ചെയ്ത് എന്തിനായിരുന്നു ഈ വ്യക്തി? രാഹുൽ ചെയ്തു എന്നാണോ ഈ ആരോപണം ഉന്നയിച്ച ആൾ? രാഹുൽ വീഡിയോ കോൾ ചെയ്തതെന്നല്ല, തിരികെ രാഹുലിനെ വിളിക്കും. അതെ, പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഒരു ആസ് എ വിമൻ, ആസ് എ വനിത, എനിക്ക് ഒരാളോട് സംസാരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായാൽ അവിടെ ഒരു ബ്ലോക്ക്, അവിടെ അവസാനിച്ചു. അല്ലാതെ ഞാൻ കുറേ നാൾ തുടരുകയും നാൾ കഴിയുമ്പോൾ ഞാൻ രാത്രികാലങ്ങളിൽ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്യുകയും എന്നിട്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നൊരു മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് എങ്കിൽ, എന്താണ് ഇവിടെ നടക്കുന്ന മാനിപ്പുലേഷൻ എന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നും. ഇത് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു വിസിൽ ബ്ലോവറെ കുറിച്ചാണ് കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു താങ്കൾക്ക് 100% ബോധ്യമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100% ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ അഭിമുഖം കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും, എങ്ങനെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇങ്ങനൊരു ബോധ്യമുണ്ടാവുക എന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ബോധപൂർവം യാത്ര ചെയ്തിരുന്നു. ഒരു വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദാറ്റ്സ് ഹൈലി സെൻസിറ്റീവ് ടോപ്പിക് ആൻഡ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു വിമൻ, സ്ത്രീകളുടെ ഒരു വിഷയത്തിൽ നമ്മൾ ഇപ്പോൾ സ്ത്രീപക്ഷ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ സഹോദരിമാർക്കൊപ്പം ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നൊരു വാചകമല്ല സ്ത്രീപക്ഷ നിലപാട്. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല സ്ത്രീപക്ഷ നിലപാട്. അത് വളരെ സ്ട്രഗിൾ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തേണ്ടി വരും. വ്യക്തിജീവിതത്തിൽ നമുക്ക് കോട്ടങ്ങൾ ഉണ്ടാകും. ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതൊക്കെയാണ്. അതല്ലാതെ സുഖകരമായി മുന്നോട്ട് പോകുന്ന ഒരു തണുത്ത ശീതളമായിട്ടുള്ളൊരു അവസ്ഥയൊന്നുമല്ല ഒരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിന്നീടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ അവർ ആ നിലപാട് പിന്നീട് വിജയിപ്പിച്ചെടുക്കാൻ നടത്തേണ്ടി വരുന്ന യുദ്ധങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സഹോദരിമാർക്ക് നിലപാടെടുക്കുകയാണ് എന്ന് കണ്ണിൽ പൊടിയിടുന്നൊരു വാചകവുമായി മുന്നോട്ട് വരികയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരില്ലേ? രാത്രി 12 മണി കഴിഞ്ഞ് തന്നെ 24 മണിക്കൂറിനകം മോശം ആണ് തനിക്ക് 24 മണിക്കൂർ കൊണ്ട് തന്നെ തന്നോട് മോശമായി പെരുമാറിയ ആളാണ് എന്ന് ആധികാരികമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു രാത്രികാലങ്ങളിൽ ആ വ്യക്തിയെ വീഡിയോ ഞാൻ ചോദിക്കുന്നതാണ്. ആ ഭാഗം പിടികിട്ടി, പക്ഷെ അതെങ്ങനെ, താങ്കൾക്ക് എങ്ങനെ അതിനെക്കുറിച്ച് ഇത്ര ഉത്തമ ബോധ്യമുണ്ടായി എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരു വിഷയത്തിൽ അതിലേക്ക് പറയുകയാണ്. ഞാൻ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് അതിനെക്കുറിച്ചുള്ള വാസ്തവം അറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതികരിക്കാവൂ എന്നുള്ളത്. അതല്ലാതെ ഒരു മിയറായിട്ട് എനിക്ക് ചുറ്റും വരുന്ന വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആധികാരികതയോടുകൂടി സംസാരിക്കരുത്. അത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരു വിഷയത്തിൽ ആധികാരികതയോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഈ അറിവ് ലഭിക്കുവാൻ വേണ്ടി എന്തൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു എൻക്വയറി
എൻക്വയറി ഉണ്ടാകാൻ പാടുണ്ടോ, ഉറപ്പായിട്ടും എനിക്ക് അത് നടത്തേണ്ടതായിട്ടുണ്ട്. അത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്.